നമസ്കാരം. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം. എന്നോടല്ല ചോദിക്കണ്ടേ. എൻ്റെ മലപ്പുറത്ത് ഹിന്ദുക്കളില്ലേ? എൻ്റെ ഒരു ഞാൻ ചോദിച്ചത് ഉത്തരം പറയും. അത് പോയി മലപ്പുറത്ത് ചോദിക്കുക. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്ന്. അവിടെ ഹിന്ദുക്കളില്ലേ? എന്തേ ഒരു മറ്റേ സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഞാനിപ്പോഴും പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം, ഗോപാലകൃഷ്ണൻ പറയാൻ പാടില്ല. എന്തേ ഇവിടുന്ന് ബലറാമിനെ തൃത്താലയ്ക്ക് വിടുന്നത്? നിങ്ങൾ അതിന് ഉത്തരം പറ. ഞാൻ പോയി ചോദിച്ചതാണെന്ന് എൻ്റെ വേണ്ട. ഈ ബലറാമും ഞാൻ നമ്മളെ ബന്ധം അറിയാം നിങ്ങൾക്ക്. അയാൾ ശ്രീകൃഷ്ണ കോളേജ് പഠിക്കുമ്പോൾ KSUക്കാരനായിരുന്നു. ഇതേ ശ്രീകൃഷ്ണ കോളേജിൽ ഒരു സമരം ഉണ്ടായിരുന്നു. ഇന്നത്തെ വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇവിടുത്തെ സ്ഥാനാർത്ഥി CH റഷീദ്. ഈ CH റഷീദും ഈ ഗോപാലകൃഷ്ണനും ഒരു കൈ പിടിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. ചോദിച്ചോക്കെ ഇവിടുത്തെ പത്രക്കാരോട് ചോദിക്കുക. അന്നത്തെ ജില്ലാ കളക്ടർ വന്ന് ഇവിടെ സമരം ഒത്തുതീർപ്പാൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ കൈ പിടിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ റഷീദിനോട് ചോദിക്കുക ശരിയാണോന്ന്. റഷീദ് എന്നെ വിളിച്ചുകൊണ്ടിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി അടുത്ത് പോയത് സംസാരിക്കാൻ. ഞങ്ങൾ എന്ത് പറയുമ്പോഴും വർഗീയ പരാമർശം വർഗീയത എന്ന് പറഞ്ഞ ഒരു മതത്തിനെതിരായിട്ട് സാർ, ഞാൻ ഒരു മതത്തിനെതിരായിട്ടല്ല പറയുന്നത്. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല, എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്ന ചോദ്യം, അത് മതവിരുദ്ധാവണം എങ്ങനെ? വെരി കറക്റ്റ്. നല്ല ചോദ്യം. അത് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കട്ടോ, എന്നോടല്ല ചോദിക്കണ്ടേ. ഒരു ഹിന്ദു MLA ആവശ്യം എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മലപ്പുറത്ത് പോയി ചോദിക്കാൻ. ആ ചോദ്യത്തിന് ഉത്തരം മലപ്പുറത്ത് ചോദിക്കണം ഞങ്ങൾ പറഞ്ഞു. അത് അവിടെ പോയി ചോദിക്കുക, ഇതേ ചാനൽ അവിടെ പോയി ചോദിക്കുക. അപ്പോൾ അവർ ഉത്തരം പറയും. ശരി, അടുത്തെന്താ ചോദിച്ചാൽ പറഞ്ഞോ. അതിന്റെ പേര് തന്നെ മതമല്ലേ സാർ? അതിന്റെ പേര് തന്നെ മതമല്ലേ? അതിന്റെ കൊടിയുടെ നിറം മതമല്ലേ? അതിന്റെ കൊടിയുടെ നിറത്തിലുള്ള ചിഹ്നം മതമല്ലേ? മതം മാത്രമായതിനെ മതേതരത്വം എന്ന് പറയാം, മതേതരത്വം മാത്രമായതിനെ മതം എന്ന് പറയുന്ന വിരോധാഭാസമാണ് ഇവിടെയുള്ളത്. സത്യം ചൂണ്ടിക്കാണിക്കും വർഗീയത കാണിക്കുന്നവർ മതേതരത്വവാദികൾ തുറന്നു പറയും. അതിന്റെ പേരിൽ ആര് പരാതി കൊടുത്താലും, അതിന്റെ പേരിൽ ആര് എതിർത്താലും ശരി, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു സംശയമില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പോകാം തിരിച്ച്. അതിന് നിങ്ങൾ ഉത്തരം പറയും. ഇത്ര നേരം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞു. ഇനി നിങ്ങൾ ഉത്തരം പറയും. ഈ ചാവക്കാട് ജംഗ്ഷനിലെ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ്റെ യാത്രയുണ്ടായിരുന്നു. ആ യാത്ര ചാവക്കാട് വന്നു നിന്നപ്പോൾ ഇവിടുത്തെ MLA അടക്കം ഇവിടുത്തെ സകല മത്സരാർത്ഥികൾ, ഇന്നത്തെ ജില്ലയിൽ മത്സരിക്കുന്ന പല ആൾക്കാരും, മണലൂരടക്കം മത്സരിക്കുന്ന ആളുകൾ ക്യൂ ആയിരുന്നു അതിന് മുമ്പിൽ ഒന്ന് കയറിയിരിക്കാൻ. നേരിട്ട് കണ്ടയാളാണ് ഞാൻ. മത്സരം അദ്ദേഹം വരാൻ വൈകി, വെയിലത്ത് ഉരുകിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തൊട്ടപ്പുറത്താണ് കുംഭമേള നടന്നത്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ മതേതരവാദികളാണല്ലോ ഇവിടെ ഉള്ളവരെല്ലാം. ഗോപാലകൃഷ്ണൻ മാത്രം വർഗീയത പറയാം. തൊട്ടപ്പുറത്തെ കുംഭമേള ഒരാൾ കടന്നു നോക്കിയോ? വിളിച്ചില്ല എന്ന് പറയരുത്, വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സകല നേതാക്കന്മാരെയും ഒരാൾ തിരിഞ്ഞു നോക്കിയോ? എന്തേ ഉത്തരം പറ. ഇതാണോ മതേതരത്വമെങ്കിൽ ഈ ഞങ്ങളുടെ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ പറയുന്നതാണ്. ഇവിടെ BJPയുടെ ഗുരുവായൂർ സ്ഥാനാർത്ഥി V. ഗോപാലകൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ മാധ്യമങ്ങളെ മലർത്തി അടിച്ചു എന്ന് തന്നെ പറയാം. മാപ്രകൾ ഇത്രയേറെ പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കാരണം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ നിന്ന് ജയിച്ചു കയറി വരുന്നവരുടെ ചില പ്രത്യേകത ഇദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത് 1960 ശേഷം അവിടെ, അതായത് ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് ഒരു ഹൈന്ദവ MLA പോലും അവിടെ ഇവർ സ്ഥാനാർത്ഥിയായിട്ട് പോലും നിർത്താറില്ല. ഇടതാണെങ്കിലും വലതാണെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണ് അവിടെ നിർത്തുന്നത്. അവർ മാത്രമേ അവിടെ ജയിക്കാറുള്ളൂ. ഇത് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് 1960 ശേഷം ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ഉൾപ്പെടുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ ഒരു ഹിന്ദു MLA ഇല്ല എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അത് വർഗീയ പരാമർശമാണ് എന്ന തരത്തിൽ വളച്ചൊടിച്ചാണ് ഇപ്പോൾ ഈ മാപ്രകൾ ഇത്രയും പ്രകോപനപരമായ ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിച്ചില്ല, പക്ഷേ എൻ്റെ ഒരു ന്യായമായിട്ടുള്ള ഒരു സംശയം ഈ മാപ്രകളോട് തന്നെ ചോദിക്കാം. ഇവിടെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ചോദ്യമാണ്. അതും മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുടെ ആളുകൾ മാധ്യമങ്ങളിൽ വന്നിരുന്ന് നിരന്തരം ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. മോദി മന്ത്രിസഭയിൽ, ഈ മൂന്നാമത്തെ മന്ത്രിസഭയിലാണ്, 1-ലും 2-ലും ഉണ്ടായിരുന്നു, ഈ മന്ത്രിസഭയിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലുമില്ല, MP പോലുമില്ല എന്നൊക്കെ ഇവർ ചോദിക്കുമായിരുന്നു. ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു MLA ഇല്ല എന്നൊരു ചോദ്യം വർഗീയമാവുമെങ്കിൽ എന്തുകൊണ്ട് ഈ ചോദ്യം വർഗീയമാവുന്നില്ല? മോദി മന്ത്രിസഭയിൽ, ഈ മൂന്നാമത്തെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രിയില്ല, MP ഇല്ല എന്നൊരു ചോദ്യം മതേതരവും, എന്നാൽ അതേസമയം തന്നെ ഗുരുവായൂർ മണ്ഡലത്തിൽ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല എന്ന് ചോദ്യം ചോദിച്ചാൽ വർഗീയമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പ് മാത്രമല്ല, മറ്റ് പല ഇരട്ടത്താപ്പും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. മാപ്രകൾക്കതിൽ മറുപടി ഇല്ലാതാവുന്നുണ്ട്. ഇനി ഒരുപക്ഷെ നിയമപരമായി ഇത് എന്തെങ്കിലും ഗുരുക്കൾ ചെന്നും ചാടുമോ എന്നറിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത്തരം പരാമർശം നടത്താൻ പറ്റുമോ എന്നറിയില്ല. ഇത് നിരന്തരമായിട്ട് മുസ്ലിം ലീഗ് ഉപയോഗിച്ചിട്ടുണ്ട്, CPMകാർ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരും ചാനൽ ചർച്ചകളിൽ പതിവായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് BJP മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രിയില്ല, MP ഇല്ല എന്നത്. അതവർ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താത്തതുകൊണ്ടൊന്നുമല്ല. നമുക്കറിയാം, കേരളത്തിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. 2 പേരെയും ഇവർ ജയിപ്പിച്ചില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം.
ജയിച്ചാലല്ലേ MP യും പിന്നീട് മന്ത്രിയൊക്കെ ആവാൻ പറ്റൂ. അവർ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇവർ ജയിപ്പിക്കാറില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഗുരുവായൂരിൻ്റെ കേസ് വ്യത്യസ്തമാണ്. അവിടെ രണ്ടു കൂട്ടരും ഈ പറഞ്ഞ പോലെ ഹൈന്ദവ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താറില്ല. അവിടെ നിർത്തുന്നത് അവിടെ 50% മുസ്ലിങ്ങളാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് അവിടെ കൂടുതൽ നിർത്തുന്നത്. അവരിൽ ആരെങ്കിലുമാണ് ജയിച്ച് കയറി വരികയും ചെയ്യുന്നത്. ഇനി അഥവാ ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും കാര്യമില്ല, ജയിക്കുന്നത് ഇവർ തന്നെയായിരിക്കും. ഇത് എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മലപ്പുറത്തെ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. മലപ്പുറത്ത് 16 മണ്ഡലങ്ങളുള്ള സ്ഥലമാണ് എന്ന് ഓർക്കണം. 30-33% ഹൈന്ദവരുള്ള ഒരു സ്ഥലമാണ്. ആ ശരാശരി വെച്ച് നോക്കിയാലും അത്രയെങ്കിലും ഹൈന്ദവ സ്ഥാനാർത്ഥികൾ അവിടെ വരേണ്ടതാണ്. പക്ഷേ അങ്ങനെ പോലും ഇവിടെ കൊടുക്കാറില്ല. ആകെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായീകരണം പൊന്നാനി കാണിച്ചുകൊണ്ട് മാത്രമാണ്. പൊന്നാനിയിലാണ് ഈ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ഹൈന്ദവ സ്വാധീനമുള്ള ഒരു മണ്ഡലം. ഇപ്പോൾ തന്നെ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഈ ഹൈന്ദവരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെയും പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും മുസ്ലിങ്ങളെ തന്നെ അവർ സ്ഥാനാർത്ഥികളാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ അത് വർഗീയമാവും, അത് മതേതര വിരുദ്ധമാണ്. എന്നാൽ മോദിയുടെ മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ല, മുസ്ലിം MP ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മതേതരവുമാകും. എന്ത് തരം വിചിത്രമായിട്ടുള്ള മതേതരമാണ് ഇത്?